Root 4 raised to m equal to 256. Then m equal to root 4 raised to m എന്ന് പറയുന്നത് 256 ആയാൽ m എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 256 എന്ന് പറയുന്ന ഈ നമ്പർ 4 എത്ര പ്രാവശ്യം അല്ലെങ്കിൽ 256 4 എത്ര ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ 256 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 64. ഡിവൈഡ് ബൈ 4 എത്രയാണ്? 16. ഡിവൈഡ് ബൈ 4 എത്രയാണ്? 4. ഡിവൈഡ് ബൈ 4 1. അതായത് 256 എന്ന് പറയുന്നത് 4 raised to 1 2 3 4 ആണ്. 4 raised to 4 ആണ് എന്ത്? 256. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ഏതോ ഒരു നമ്പർ raised to 1/2 ആണെന്ന്. സോ 4 raised to root 4 raised to m എന്നുള്ളത് നമ്മൾ 4 raised to m raised to 1/2 എന്ന് എഴുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാവേണ്ടതില്ല. അപ്പം 4 raised to m raised to 1/2 ഈക്വൽ ടു എന്താണ്? 4 raised to 4 ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ മാറ്റി എഴുതും. സോ 4 raised to m/2 ഈക്വൽ ടു 4 raised to 4. ഇവിടെ ഈ കാണുന്ന എക്സ്പോണന്റ് സെയിം ആണ്. അതായത് m/2 ഈക്വൽ ടു 4 ആണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? m എത്ര എന്നുള്ളതല്ലേ? അപ്പൊ m എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇതേപോലെ ഇനി ഒരു ക്വസ്റ്റ്യൻ തരാണെന്നുണ്ടെങ്കിൽ റൂട്ട് 5 raised to n ഈക്വൽ ടു 625 ആയാൽ n-ന്റെ വില എത്ര എന്നുള്ളതാണ് ഇനി ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 625 5-ൽ എത്ര പ്രാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ 625 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര വരും? 125. ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 25. ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 1. അതായത് 625 എന്ന് പറയുന്നത് 625 എന്ന് പറയുന്നത് 5 raised to 1 2 3 4 പ്രാവശ്യം, 4 പ്രാവശ്യം. സോ 5 raised to n/2 എന്ന് പറയുന്നത് 5 raised to 4 ആണ് എന്നുണ്ടെങ്കിൽ n/2 ഈക്വൽ ടു 4, n ഈക്വൽ ടു 8. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്യൂബ് റൂട്ട് ഓഫ് 2 raised to a എന്ന് പറയുന്നത് 32 ആയാൽ a എത്ര? ഇതെങ്ങനെ സോൾവ് ചെയ്യും? ആദ്യം തന്നെ റൂട്ട് 2 raised to a ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് എന്താ? 2 raised to a raised to 1/3. ഈ ക്യൂബ് റൂട്ട് വന്നതിനോണ്ട് എന്താണ്? 1/3 ആണെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് 32 2-ൽ എത്ര പ്രാവശ്യം ഉണ്ടല്ലേ, എത്ര ഘടകങ്ങളാണ് എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. 16 2 8 2 4 2 2 1. അതായത് 2a raised to 1/3 ഈക്വൽ ടു 2 raised to 1 2 3 4 5. സോ 2a/3 ഈക്വൽ ടു 2 raised to 5. a/3 ഈക്വൽ ടു 5. a ഈക്വൽ ടു 1 5. ഓക്കെ, സോ ഇതേപോലത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ് ആയെന്ന് വിചാരിക്കുന്നു. സോ ബൈ.